guys, welcome back to the channel Devu vs Dev YouTube channel. അപ്പോൾ ഇന്നൊരു വീഡിയോ പറയാം. നമ്മൾ ഇന്നൊരു ലാംഗ്വേജ് സ്വിച്ചിങ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ 3 പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഓരോ പേപ്പറിലും ഓരോ ലാംഗ്വേജ് ആണ്. നമ്മൾ 2 പേരാണ് കളിക്കുന്നത്. തമിഴ് മലയാളം ഇംഗ്ലീഷാണ്. അപ്പോൾ ഓരോ ലാംഗ്വേജ് കിട്ടിയാൽ സെയിം ആയിട്ട് നമ്മൾ പറയണം. ഇംഗ്ലീഷ് കിട്ടിയ ഇംഗ്ലീഷ് തന്നെ, മലയാളം കിട്ടിയാൽ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഓക്കെ പോലും പറയാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഹലോ ഗൈസ് പോലും പറയാൻ പാടില്ല, പ്രേക്ഷകരെ അങ്ങനെ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ തമിഴാണെങ്കിൽ തമിഴ് തന്നെ അല്ലേ, ഒരു ഇംഗ്ലീഷ് വേർഡ് പറയാൻ പാടില്ല, ഒരു മലയാളം വേർഡോ പറയാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ലാംഗ്വേജ് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡെയർ കൊടുക്കാം. അപ്പോൾ ഡെയറും ചെയ്യാൻ പറ്റും. ഞാനിപ്പം ദേവ് തെറ്റിച്ച് പറഞ്ഞാൽ എനിക്കൊരു ഡെയർ ദേവിന് കൊടുക്കാം. അപ്പോൾ ദേവിന് ആ ഡെയർ പറ്റില്ലെങ്കിൽ നമ്മളൊരു ട്രൂത്ത് കൊടുക്കും. അതും പറ്റില്ലെങ്കിൽ ഞാൻ ദേവിന് എന്തെങ്കിലും നമ്മൾ അടിയോ കുത്തോ അല്ലെങ്കിൽ നുള്ളോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് നേരെ ചാലഞ്ചിലോട്ട് പോവാം. നമുക്ക് പേപ്പേഴ്സ് ഷഫിൾ ചെയ്യാം. ഓക്കെ, എടുത്തോളൂ ദേവ്. ഞാൻ എടുത്തു ഗൈസ്. ദേവ് ആദ്യം വെച്ചോളൂ. ഇംഗ്ലീഷ് ഗൈസ്, ഇങ്ങോട്ട് വന്ന്. ദേവിന് ഇംഗ്ലീഷാണ്, മലയാളം ഒരു വേർഡ് പോലും പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കളി കേട്ടോ. തമിഴ് ഗൈസ്, തമിഴ്. ഞാൻ തമിഴ് എന്ന് പറഞ്ഞ ചിലപ്പം ഹിന്ദിയും പറഞ്ഞു. എനിക്ക് തമിഴ് ഹിന്ദി മിക്സ് ആയിട്ടുണ്ട് ഗൈസ്. ഹിന്ദി അറിയത്തില്ല, ഏതെങ്കിലും 2 വേർഡ് നെഹി അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. തമിഴൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്ക് തമിഴന്മാരൊന്നും കണ്ട് എനിക്ക് തമിഴ് പറയാനേ ഒട്ടും അറിയത്തില്ല. ഇതവിടെ തന്നെ വെച്ചു, നമുക്ക് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. അനക്ക് പേഴ്സിടാൻ പറ്റുന്നില്ല ഗൈസ്. പേഴ്സിടാൻ തമ്പി വന്ന് മലയാളം പേഴ്സിട്ട്, തമ്പി വന്ന് മലയാളം തമിഴ് മിക്സ് പേഴ്സിട്ട്. തമ്പിക്കൊരു ഡെയർ കൊടുക്കണം. ഞാൻ ഡെയർ കണ്ടുപിടിക്കാം. ഞാൻ തമ്പിക്ക് കൊടുക്കണ ഡെയർ പറഞ്ഞ തമ്പി വന്ന് അടുത്ത വീട് നെയ്ബർ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ബെല്ലടിത്ത് ഇംഗ്ലീഷ് പേസിടണം. എന്താ പേസിടണം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പേസിടണം. ഇംഗ്ലീഷ് എന്ത് പേസിടണം വെച്ചാൽ നാങ്ക ഒരു ചാലഞ്ചിലാണ്, അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ പേസിടുള്ളൂ. അത് തമ്പി വന്ന് നെയ്ബറിനോട് ഇംഗ്ലീഷിൽ പറയണം. അതാണ് തമ്പിക്കുള്ള ഡെയർ. ഞാൻ മലയാളം മിക്സ് ആക്കിയിട്ടാണ് ഗൈസ് പറയുന്നത്. എന്നാൽ നമുക്ക് നെയ്ബർ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ബെല്ലടിച്ച് തമ്പി വന്ന് സംസാരിക്കാം. അന്ന് അമ്മയുടെ തമിഴിൽ പേസിട്ടു. നമ്മൾ വിനയുടെ വീട്ടിൽ പോയി ഇംഗ്ലീഷ് പേസിട്ട് ഡെയർ ചെയ്തിട്ട് വരാം, അവിടെ പോട്ടെ അമ്മ. ചെരുപ്പിട്ടെ ഗൈസ്. ആദ്യം തമ്പി വന്ന് ഒരു ഡെയർ ചെയ്യട്ടെ, പിന്നീട് എൻ്റെ ഡെയർ ചെയ്യാം. നാങ്ക വന്ന് വിന്നയുടെ വീടെത്തിയിട്ടുണ്ട് കേസ്. ഏതൊക്കെയോ കുട്ടികളുണ്ട് അവിടെ. ഞാനെങ്ങനെയെങ്കിലും തമിഴ് സംസാരിക്കാൻ നാങ്ക ഇപ്പോൾ വിന്നയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ബെൽ അടിക്ക്, ഡെയർ ചെയ്യണം. വന്ന് പേടിട്ട് ഡോർ തർക്കം പറ്റില്ല. நாங்க வந்து தமிழ் பேசிடும், തമ്പി വന്ന് ഇംഗ്ലീഷ് പേസിടും. ഒരു ചാലഞ്ചിലാണ് വന്നിരിക്കുന്നത്. തമ്പി മലയാളം പേസിട്ടു. അതിനാ തമ്പിക്ക് കൊടുത്ത ഡെയറാണിത്. ഓക്കെ ബൈ, താങ്ക് യു. അപ്പം ഗൈസ് you say again Malayalam. We can do one dare. തമിഴ് ഭയങ്കര പാട് പേസിടാൻ ഭയങ്കര പാട്. You have to go. मेरा डेयर इज
You have to Tambi go, saying mera dare. you have to go to our grandmother's home and say to grandmother, give me 1,000 rupees. That time grandmother going to take, that time you have to say, this is one challenge that I don't want. मैं പിടിക്കട് മേരാ പിടിക്കട് ചാലഞ്ച് വന്ന് ഡേർ വന്ന് ഞാൻ എൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ എൻ്റെ എൻ്റെ തറവാടിൽ പോയി അവിടുന്ന് എൻ്റെ അച്ഛമ്മയുടെ പറയണം അനക്ക് ഒരു 1000 രൂപ വേണമെന്ന് 1000 രൂപ വേണമെന്ന്. അപ്പോൾ അച്ഛമ്മ എടുക്കാൻ പോകുമ്പോൾ പറയണ ഞാനൊരു ഡേറിലാണുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഡേറിലാണ്, ഞാൻ വന്ന് തമിഴിൽ പേസിടും, ദേവ് വന്ന് ഇംഗ്ലീഷിൽ പേസിടും. അപ്പോൾ ചാലഞ്ചിലാണ്, ഇതൊരു ഡേറാണ്, എനിക്ക് പൈസ വേണ്ട, താങ്ക് യു എന്ന് പറഞ്ഞ് പോകണം. അതാണ് ഡെയർ. ഞാനില്ലേ ഒരു മിനിറ്റ് കേസ്, ഞാൻ സത്യത്തില്ലേ ഇവിടെ തമിഴിലാണ് പറയുന്നത് പറഞ്ഞില്ല, ഞാനിങ്ങനെ മലയാളത്തിൽ തന്നെ പറയുന്നത് നീട്ടി പറയുന്നതാണ്. അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ അച്ഛമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടാ. അച്ഛമ്മ വന്ന് പേടിക്കും, എന്താ അച്ഛമ്മ വന്ന് വട്ടാണോ കരുതും. എന്താ വന്നാ ഞാൻ വന്ന് തമിഴിൽ പേസിടുന്ന കേട്ടാ അച്ഛമ്മ വന്ന് ഞെട്ടും. നമുക്ക് നോക്കാം. അച്ഛമ്മ അനക്ക് വന്ന് ഒരു 1000 രൂപ തരുമോ? നമുക്ക് തരുമോ? തരുമോ? 1000 രൂപ താ വെറുതെ പറഞ്ഞ നമ്മള് ഒരു ചാലഞ്ചിലാണുള്ളത്. ഞാൻ വന്ന് തമിഴിൽ പേസിടും, ദേവ് വന്ന് ഇംഗ്ലീഷിൽ പേസിടും. അപ്പൊ ദേവ് തന്ന ഡെയറാണിത്. അച്ഛമ്മനോട് വെറുതെ 1000 രൂപ ചോദിക്കാം, അച്ഛമ്മ എന്നാ പറയാന്നൊക്കെ. എനിക്ക് വന്നൊരു ഡെയർ തന്നതാ, വെറുതെ പറഞ്ഞതാ, പോട്ടെ. അപ്പൊ ഞാൻ ഡെയറ് നല്ല മട്ട ചെയ്ത്, തമ്പി വന്നും നല്ല മട്ട ചെയ്ത്. ഇനി നമ്മ ലാംഗ്വേജ് ഒരുക്ക സ്വിച്ച് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് മടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് ചെയ്ത് മടുത്തിട്ടുണ്ടല്ലേ? മടുത്തില്ലേ? നമുക്കിൻ്റെ അടുത്ത ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാം. മലയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് വരാൻ പാടില്ല. അപ്പോൾ വീണ്ടും ഒരു ഡെയർ വേണ്ടി വരും. ഈ ഡെയർ എന്ന് വെച്ചാൽ ഈ ഒരു ഡെയർ കുഴപ്പമില്ലായിരുന്നു, ഒരു വിറ്റാണ്. വേറൊരു ഡെയർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാത്ത ഡെയറാണ് അല്ലേ? നമ്മുടെ നെയ്ബറിൻ്റെ അടുത്തുണ്ടല്ലേ. ഓക്കെ ഗൈസ്, കമോൺ, നെക്സ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ലാംഗ്വേജ് ഷഫിൾ ചെയ്യാം. എനിക്ക് ഇനിയും തമിഴ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഷഫിൾ ചെയ്യും ഗൈസ്. എന്താ വന്നേ? ഇംഗ്ലീഷ്. എനിക്ക് വന്ന് തമിഴ്. വീണ്ടും സപ്ലൈ ചെയ്യാം, വീണ്ടും സപ്ലൈ. അപ്പൊ നമുക്ക് എപ്പോഴും തന്നെ ദേവ് വന്ന് വീണ്ടും മലയാളത്തിൽ സംസാരിച്ചാൽ മതി. ഒന്നും കൂടി സപ്ലൈ ചെയ്ത ശേഷം ലാംഗ്വേജ് തുടങ്ങും. ദേവിന് വന്ന് തമിഴ് കിട്ടാനാണ് എൻ്റെ ആഗ്രഹം. തമിഴ് ഗൈസ്. ഇല്ല എനിക്ക് മലയാളം ഗൈസ്, മലയാളം നോ. ഇനി ഞാൻ ഉമ്മയല്ല ഗൈസ്, എനിക്ക് സുഖമായി മലയാളം സംസാരിക്കാം. കാരണം ഇത്രയും സമയം തമ്പി അല്ല ഞാൻ എൻ്റെ പൂച്ചയേട്ടാ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. തമ്പിയ ഇംഗ്ലീഷ് തമത് ഇംഗ്ലീഷ് പതന്ന് ഇംഗ്ലീഷ് പേസത് ഞാൻ പറഞ്ഞില്ല ഗൈസ്. പ്രേക്ഷകരെ എന്നാണ് ഞാൻ പറഞ്ഞത്. ദേവ് ഒന്നും സംസാരിക്കുന്നില്ല ഗൈസ്. അവന് തമിഴ് കിട്ടിയതുകൊണ്ട് അവൻ്റെ വായി സിബ് അടച്ചു വെച്ചാണ്. ദേവ് എന്തെങ്കിലും സംസാരിക്കണം. യുഗോ, നിനക്ക് ഒരു ഡെയർ തരാൻ പോവാം. സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയർ തരും. അപ്പോൾ ദേവ് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. മലയാളം പറഞ്ഞു. ഞാൻ പറഞ്ഞു ദേവ് സംസാരിക്കും. അപ്പോൾ ദേവ് ഇല്ല. സോ നമുക്ക് ദേവിന് അടുത്തൊരു ഡെയർ കൊടുക്കാം. അടുത്ത ഡെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിൻ്റെ ഡെയർ എന്നാ പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്, ഇഷ്ടപ്പെട്ട വീട്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അച്ഛമ്മ പാടില്ല,
ബാക്കി ഏത് വിടും. കാരണം അച്ചമ്മ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് പ്രാങ്ക് ചെയ്യാം, അങ്ങനെയൊക്കെ എന്തും ചെയ്യാൻ പറ്റും. അച്ചമ്മ വെള്ള അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരാളെ പറ്റിക്കണം. അപ്പോൾ പറ്റിക്കണം മീൻസ് ഇംഗ്ലീഷിൽ ഞാൻ ഇതിൽ താഴെ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ടൈപ്പ് മലയാളം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവ് ഏതെങ്കിലും ഒരു ഏയ് ദേവ് ഇംഗ്ലീഷിൽ ഇപ്പൊ സംസാരിച്ചു. ദേവ് തമിഴിലാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ദേവിന് 2 ഡെയർ ഉണ്ട്. ദേവിന് 2 ഡെയർ കഴിഞ്ഞ ശേഷം ഇനി എൻ്റെ 1 ഡെയർ. ദേവ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏതെങ്കിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിയല്ല വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരാളെ പ്രാങ്ക് ചെയ്യണം. ഏതെങ്കിലും ഒരാൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ചെറിയ പ്രാങ്ക്, എനിക്കൊരു പൈസ തരുമ്പോൾ അത്യാവശ്യമാണ് അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞ പ്രാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാങ്ക്. അതും നമുക്ക് അറിയാത്ത വീടുകളൊന്നും പോകാൻ പാടില്ല. നമുക്ക് അറിയുന്ന നമ്മൾ എപ്പോഴും കണ്ട് പരിചയമുള്ള ഒരു ഫണ്ണായിട്ടുള്ള ഒരു തമാശയായിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരാളെ പോയിട്ട് പ്രാങ്ക് ചെയ്യണം. അതിനുശേഷം തിരിച്ചു വരാം. ആരെയാ പ്രാങ്ക് ചെയ്യുന്ന എല്ലാം പറഞ്ഞോളൂ. എന്താണ് പ്രാങ്ക് എല്ലാം പറഞ്ഞ ശേഷം പോവാം. എന്താണ് പറ. Can I say in English? Can I say in Malayalam? I think only. എടാ പൊട്ട, നീ ഇംഗ്ലീഷ് അല്ലടാ, നീ തമിഴാ. ഇംഗ്ലീഷ് പറയില്ല, പറയാൻ പാടില്ല. തമിഴിൽ പറയണം. തമിഴിൽ പറയണം. ഇവനെന്താ പറയുന്ന പോലെ എനിക്ക് പോലും മനസ്സിലില്ല. പിന്നെ വീഡിയോയിലൊന്നും പറയാൻ മതിയായിരിക്കും. ഞാൻ തമിഴ് സംസാരിച്ച് വരാം. എന്നാ പ്രാങ്ക് എന്നാ ചെയ്യുന്ന പറ. ഞാൻ ഒരു ചിത്രശലഭം വരക്കുന്ന ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഒരു പേപ്പറിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇവിടെ ഇന്ന് രാത്രി കുടുംബസംഘം വരുന്നു എന്ന് എഴുതി വെച്ചിട്ട് അവിടുത്തെ ഒത്തിച്ച് വെക്കും. അപ്പോൾ ബെല്ലടിച്ച് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ പേടിച്ചിട്ട് ഞാൻ അത് പറ്റില്ല, നീ തന്നെ സംസാരിക്കണം. നീ സംസാരിക്കണം. ഞാൻ കൊടുത്ത ഡെയർ ഞാൻ പറയും. പാനി കുടിച്ചിട്ട് വരാം. വെള്ളം കുടിച്ചിട്ട് വരാം. നമുക്ക് വെള്ളം കുടിച്ചിട്ട് കാണാം. അങ്ങനെ ദേവ് അടുത്ത ഡെയർ പറ. എന്താ പറ. അല്ല ഈ സെയിം ഡെയർ തന്നെ. എങ്ങനെയാ പ്രാങ്ക് ചെയ്യുന്നത്, ഏത് വീടാന്ന് പറ. ഇവിടെ വാശി പിടിക്കുകയാണ് അവൻ തമിഴ് വേണ്ട പറഞ്ഞിട്ട്. അവൻ തമിഴിൽ സംസാരിക്കണം. ഞാനിപ്പോൾ തമിഴിൽ പറയാൻ പോവായിരുന്നു. ഞാൻ എല്ലാം തമിഴിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് റോ കഴിഞ്ഞപ്പോൾ ദേവ് ഈ ഡെയർ കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഈ ഡെയർ ഏത് വീട്ടിലാണ് ചെയ്യുന്നത്? അപ്പോൾ ദേവ് പ്ലാൻ ചെയ്തത് വിന്നയുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ്. അപ്പോൾ പേടിപ്പിച്ചിട്ടാണ് എന്താ ബൗന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കണം. അത് കഴിഞ്ഞ പാടിന് നമുക്ക് വിന്നേനെ വേണമെങ്കിൽ ഇവിടെ വിളിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യും. എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല, എനിക്ക് സങ്കടമുണ്ട്. ഇംഗ്ലീഷ് കിട്ടുന്നുണ്ട്. ദേവിന് മലയാളം കിട്ടിയിട്ടില്ല, ഭയങ്കര വിലയേസ്. നമുക്ക് അതും കൂടി ചെയ്ത് കഴിഞ്ഞ് നേരെ നമുക്ക് വിന്നേനെ കളിക്കാൻ വിളിക്കാം. അപ്പോൾ നമ്മുടെ അതിനുശേഷം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോയിലെ വലിയ വീഡിയോ ഒന്നുമില്ല നമ്മൾ ചെയ്തത്. നമ്മൾ ജസ്റ്റ് യൂട്യൂബൊക്കെ തുടങ്ങി ഇങ്ങനെ വരുന്നതല്ലോ, വലിയ വീഡിയോ ഒക്കെ ചെയ്യാൻ ടൈം വരുന്നുണ്ട്. വിന്നേ എന്താ ഞാൻ പറഞ്ഞാ പേടിക്കില്ല. എങ്ങനെ ഇവൻ പറയണേ? ഇവൻ പറയണേ ഞാനില്ലേ ഇവനോട് ഇവൻ പറയണേ. ഞാൻ പറഞ്ഞു പേടിക്കുന്നില്ല എന്ന് പറയണേ. നീ ചിലപ്പോൾ പേടിച്ച് ചത്തുപോയാൽ അതുകൊണ്ട് അതന്നെ വേണോ. നമ്മളങ്ങനെ ഡെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യമൊന്നുമില്ല. ദേവ് പേടിപ്പിക്കുന്ന ദേവ് വല്ലാത്തൊരു ഇതാണ്. ദേവ് ഡെയറൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. എല്ലാ ഡെയറും ദേവ് ചെയ്യുന്നത് കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം. ദേവ് പിന്നെ തമിഴിലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരും ദേവ് ഒന്ന് സംസാരിക്കണേ. ദേവ് സംസാരിക്കും. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും സംസാരിക്കും. ഇത് മലയാളമാണ് ഗൈസ്. തമിഴിൽ തമിഴിൽ പറ. അതൊക്കറിയില്ല. നിങ്ങളുടെ തമിഴോട് പറഞ്ഞു. ഞാനില്ലേ ഇവന് ഇങ്ങനത്തെ ചലഞ്ച് ഒന്നും കൂട്ടാൻ പാടില്ലായിരുന്നു ഗൈസ്, വേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ചാനൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ബൈ.